അതുമൂലം ജീവഹാരം സമ്മേളിച്ച നമ്മുടെ സഹോദരരുടെ ഓർമ്മയ്ക്കായി ഞാൻ എന്റെ കൊച്ചുമോളെ അവതരിപ്പിക്കുന്നു. ശ്രീധരം, നമുക്കൊരു തറവാട്ടിലേക്ക് പോകാം. മോളെ, മോളോട് ഞാനിത് പറഞ്ഞതല്ലേ കോളേജിലൊന്നും പോകണ്ട. ഇന്ന് നിന്നെ കാണാനേ ഒരു ചെക്കനും കൂട്ടരും വരുന്നുണ്ട്. അമ്മേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, എനിക്ക് പഠിക്കണം. ശിവ ശിവ, എന്തായി കേൾക്കണേ? ഈ തറവാട്ടിൽ പെണ്ണുങ്ങളാരും 18 കഴിഞ്ഞ് നിന്നിട്ടില്ല. ഇതിപ്പോ കഴിഞ്ഞ തിങ്കളിൽ 19 തികഞ്ഞു. മോളെ, മോള് നല്ലതിനു വേണ്ടിയല്ലേ അമ്മ പറയുന്നത്. അച്ഛനെ വീട്ടിന്റെ ആധാരം ബാങ്കിൽ കൊടുക്കാൻ പോയിട്ടില്ല, എത്ര കിട്ടുമെന്നറിയാൻ. അപ്പോഴാണ് മോളി പഠിത്തം. അല്ലെങ്കിലും ഈ പെൺകുട്ടികളൊക്കെ പഠിച്ച് എന്ത് നേടാനാ? വീട്ടു ജോലി ചെയ്യാൻ അറിയണം, കുട്ടികളെ നോക്കാൻ അറിയണം, പിന്നെ ഒരു പഠിത്തം. അപ്പൊ എന്റെ സ്വപ്നം ഞാൻ 2 മാസത്തിന് ശേഷം എല്ലാ ബാധ്യതയും കഴിഞ്ഞു. കല്യാണം ഗംഭീരായി നടക്കുകയും ചെയ്തു. ഹലോ ഹലോ അമ്മേ, ഇത് ഞാനാ. ആ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം? അമ്മേ, ഇവിടെ ചേട്ടൻ എന്നെ തല്ല, എല്ലാ ദിവസവും തല്ലും. നമ്മ കൊടുത്ത സ്ത്രീധനം പണം പൊന്നും ഒന്നും തികഞ്ഞില്ലാന്ന് പറഞ്ഞിട്ടാ തല്ലണത്. മോള് എന്തായി പറയണേ? ഇതൊക്കെ ഒരു കുടുംബ ജീവിതത്തിൽ സാധാരണമല്ലേ. മോൾ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അമ്മേ, എന്നെ തല്ല, ഇവിടെ എനിക്ക് വേദന, ഞാൻ അങ്ങോട്ട് വരാം. മോൾ ഇങ്ങോട്ടാവട്ട് വന്നാൽ പിന്നെ അച്ഛനും അമ്മയും എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഹലോ ഹലോ അമ്മേ, ആരാടി അവിടെ? ആരാണ് ഫോൺ ചെയ്യണേ? ഓ, നിന്റെ വീട്ടുകാരെ വിളിച്ച് എന്നെ കുറ്റം പറയാ അല്ലേ? അല്ലെങ്കിലും അവരെന്ത് ചെയ്യാനാ, ദരിദ്രവാസികൾ. ഏട്ടാ, എന്നെ തല്ലല്ലേട്ടാ, വേണ്ടേട്ടാ. മിണ്ടാതിരിക്കില്ല അവിടെ. നിന്നെ ഞാൻ വേണ്ടേട്ടാ, എന്നെ തല്ലല്ലേട്ടാ. എന്നെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇനി ആരും വരില്ല. ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തണം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എന്റെ കൊച്ചുമോളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.